Hello guys, welcome back to my YouTube channel. Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. Put on a dress, be a stranger's dream. Lock up this heart of mine, wanna wear it on my sleeve. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go. Find someone new, and I wish it wasn't, but my... ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഡൗൺ ടൗൺ ദുബായിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡൗൺ ടൗൺ ദുബായിലാണ് നമ്മുടെ പേര് കേട്ട ദുബായ് മാളും അതുപോലെ തന്നെ ബുർജ് ഖലീഫ ഉള്ളത്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പം സാറ്റർഡേ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ കൂടെ എൻ്റെ ചങ്ങാതി ഉണ്ട്. ചങ്ങാതി കുറച്ച് നാണമുള്ള പുള്ളിക്കാരനാണ്. അതുകൊണ്ട് ഫോട്ടോയിലൊന്നും എന്നെ കാണിക്കാനാണ് പറഞ്ഞേക്കണേ. എന്നാലും ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നു. ഇതാണ് എൻ്റെ ചങ്ങാതി നവീൻ. നാട്ടില് പയ്യന്നൂരാണ്. അപ്പം നമ്മള് ഒരു കുറെ കൊല്ലമായില്ലേ, ഒരു 10 വർഷത്തെ അല്ലേ, 10 വർഷം കാണത്തില്ലേ, 8-9 കൊല്ലമായി. അപ്പം നാട്ടിൽ എൻ്റെ വേറെ മൂൺ വാക്കർ ബ്ലോഗ്സിന്റെ ശരത്തിന്റെ ഉറ്റ ചങ്ങാതിയും കൂടെയാണ് ഈ പറഞ്ഞ നവീൻ പ്രവാസിയായിട്ട് ഇപ്പം എത്ര കൊല്ലമാടാ? 6 വർഷം കഴിഞ്ഞു. 6 വർഷം പ്രവാസിയാണ്. ഇവിടുത്തെ ആശാനാണ് പുള്ളി. ഇവിടുത്തെ എന്താ പറയുക, UAE മൊത്തം അരച്ച് കലക്കി കുടിച്ച ഒരാളാണ്. അപ്പം നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുബായ് മാളിലെ എന്താ പറയുക ഫുഡ് സ്പോട്ടാണ്. അപ്പം നമ്മളിന്നൊരു ചൈനീസ് ഫുഡ് സ്പോട്ട്, ചൈന മാർക്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ദുബായ് മാളിന്റെ ഒഫീഷ്യൽ പാർക്കിംഗ്. യെസ്, ഓ എന്ത് വലിയ പാർക്കിംഗാ. ഇവിടെ സാലിക് ഉണ്ട്. ഫസ്റ്റ് 4 hours ഫ്രീ. സാലിക്കിലും സാലിക്ക് ഇവിടുത്തെ ടോൾ ഫ്രീ. ടോൾ ഫ്രീ അല്ല, ഫാസ്റ്റ് ടാഗ്. എന്ത് വലിയ പാർക്കിംഗ് ആണ് ഗൈസ്. നമ്മുടെ ഈ മുമ്പിൽ പോകുന്നതാണ് ജെറ്റോർ എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ്. ദുബായിൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ ജെറ്റോർ എന്ന് പറഞ്ഞ ഈ ഒരു ഡിഫൻഡർ കോപ്പി ഇരിക്കുന്ന വണ്ടിയാണ്. സംഭവം ചൈനയുടെ വണ്ടിയാണ് ജെറ്റോർ, പക്ഷേ ഡിഫൻഡറിന്റെ ലുക്കാണ് നമ്മുടെ നാട്ടിലത്തെയും ഇവിടുത്തെ. അപ്പം കൂട്ടുകാരൊക്കെ പറയുന്ന ഇത് എന്താ പറയുക, വളരെ ഫീച്ചർ ലോഡഡ് വണ്ടിയാണ്, പക്ഷേ കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ഇല്ലെന്ന് പറയുന്നത്. അപ്പം ലുക്കിൻ്റെ കാര്യത്തിൽ പിന്നെ വല്ല ആൾക്കാരില്ല, പക്ഷേ വണ്ടി അത്ര പോരാ. ഇതാണ് വണ്ടി. ഏതാ ലുക്ക്, ബാക്കിലത്തെ മറ്റേ ആ ക്വാർട്ടർ മേലൊക്കെ ഉണ്ടാകും കറക്റ്റ് ഡിഫൻഡർ. അതുപോലെ തന്നെ ആ ബാക്കിലത്തെ ആ സ്റ്റെപ്നി വീലും കറക്റ്റ് ഡിഫൻഡർ. നമ്മളിപ്പോൾ 3ാമത്തെ അപ്പർ ഫ്ലോറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്ര വേണം പാർക്കിംഗ് നടത്തുക, പക്ഷെ കുറെ ഉണ്ടാവില്ല പാർക്കിംഗ്. ഒന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുള്ളാണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഒരു ജെറ്റോ അധികം മുകളിലോട്ട് കറവ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ദുബായിലെ പേര് കേട്ട ദുബായ് മാളിലുള്ള ബുർജ് ഖലീഫയിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബുർജ് ഖലീഫ ഇങ്ങനെ പകല് കാണുന്നത്. സാധാരണ ഇതുവരെ ഞാൻ 2 വട്ടം വന്നതിൽ എല്ലാം നൈറ്റ് ആയിരുന്നു. ഒന്ന് ന്യൂ ഇയറിന് വന്നു, പിന്നെ അതിനുശേഷം വേറൊരു ദിവസം വന്നു, അത് നൈറ്റ് ആയിരുന്നു. അപ്പൊ ആദ്യമാണ് ഞാൻ ബുർജ് ഖലീഫ അതുപോലെ തന്നെ ദുബായ് മാള് പകല് കാണുന്നത്. എന്ത് ഭംഗിയാ നോക്കി ഇവിടുത്തെ. ഇപ്പൊ ഞാൻ വന്ന സമയത്ത് കറക്റ്റ് ഒരു മണിക്കാണ് വന്നത്. 1 മണിക്ക് നല്ലൊരു ഫൗണ്ടൈൻ ഷോ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫൗണ്ടൈൻ ഷോ. എനിക്ക് നന്നായിട്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റി. വേറെ ലെവൽ, ഒരു രക്ഷയില്ല. നിങ്ങളത് കാണുക ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മാളിലെ സൂഖ് അൽ ബഹർ എന്ന് പറഞ്ഞൊരു ടൈം ഔട്ട് മാർക്കറ്റിലാണ്. ഇവിടെ കൂടെ എൻ്റെ ചങ്ങാതി നവീനും ഉണ്ട്. ഇവിടുത്തെ ഭയങ്കര പുരാതനമായ ഒരു അറേബ്യൻ അതുപോലെ ദുബായിന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോ എങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പൊ നമ്മളിപ്പം ഇവിടുത്തെ, അതായത് ടൈം ഔട്ട് മാർക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റേ കുറെ രാജ്യങ്ങളുടെ നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാം. കുറെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റ് ചെയിനൊക്കെ ഉണ്ട് ഇവിടെ.
ഇവിടുത്തെ ഒരു പേരുകേട്ട ഒരു സ്പോട്ട്, ദുബായിമുള്ള ഒരു പേരുകേട്ട സ്പോട്ടാണ് ഈ ടൈം ഔട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ടൈം ഔട്ട് മാർക്കറ്റിന്റെ ഉള്ളിലാണ്. ഇവിടെ ഫുള്ള് റെസ്റ്റോറന്റ് സെറ്റപ്പ് ഒക്കെയാണ്. നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ ക്യൂസീനും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ക്യൂസീനും ഓൾമോസ്റ്റ് ഇറ്റാലിയൻ ക്യൂസീനും. എടാ അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, അങ്ങോട്ട് പോയി നോക്കിയാലോ? പോയി നോക്കാം, നമുക്ക് ഇവിടെ കഴിക്കുന്നു. അതിന്റെ എക്സ്പെൻസീവ് അല്ല, അപ്പൊ എന്റെ കൂട്ടുകാരെ പറഞ്ഞത് വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലെന്നാണ്. എനിക്ക് വലിയ പിടിയില്ല. ദുബായിൽ ആദ്യമായിട്ട് ഉള്ളതുകൊണ്ട് ഒരു നല്ലൊരു എക്സിറ്റ്, നല്ലൊരു ബാൽക്കണി ഉണ്ട്, നല്ല വ്യൂ ആണ് അവിടുന്ന്. ഞങ്ങൾ കാണിച്ചു തരാം, കിടിലം വ്യൂ ആണ്. ഹായ് വാ ഫോൺ. ഇവിടുന്ന് എവിടെ നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് ബുർജ് ഖലീഫ നോക്കിക്കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിക്കും. നല്ല അടിപൊളി എസ്റ്റേറ്റ് വ്യൂ ആണ് ഇവിടെ നോക്കിയാൽ. ഗൈസ്, അപ്പൊ ഇതാണ് ദുബായ് ടൈം ഔട്ട് മാർക്കറ്റിലെ ഓരോ റെസ്റ്റോറന്റ് ഷോപ്പിന്റെ പേരും അവിടുത്തെ കൺട്രിയുടെ സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്കിവിടെ ഗ്രീക്ക് കാണാം, ജാപ്പനീസ് കാണാം, അതുപോലെ ഇന്ത്യൻ കാണാം. അവിടെ മറ്റേ മസ്തി എന്ന് പറഞ്ഞ സെക്കൻഡ് ഗ്ലോബൽ ക്യൂസിൻ ഉണ്ട്. അതുപോലെ നമുക്ക് ഓൾമോസ്റ്റ് 17 ടൈപ്പ് റെസ്റ്റോറൻറ്റ് ഫുഡ് ക്യൂസിൻസ് കാണാം. അവിടെ ഡിംസം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, ലോങ് ടൈം ഡിംസം ആൻഡ് ചൈനീസ് സീ ഫുഡ് അടിപൊളിയാ. പോർച്ചുഗീസ് ഉണ്ട്, മിഡിൽ ഈസ്റ്റേൺ ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ക്യൂസിൻ വേണം ആ ക്യൂസിൻ നമുക്ക് ചൂസ് ചെയ്യാം. ഗൈസ്, ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ഇപ്പൊ ഞാനൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് ഇവരുടെ മെനു കാണിക്കുന്നത്. ഇത് ഇവിടുത്തെ ബീഫ് ഫ്രൈഡ് റൈസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡംപ്ലിങ്സ് കാണാൻ സാധിക്കും. അതുപോലെ ഓൾമോസ്റ്റ് ഞാൻ ഹോങ്കോങ്ങിൽ ട്രൈ ചെയ്ത ഓൾമോസ്റ്റ് സാധനവും ഇവിടെ ഞാൻ കണ്ടു. പക്ഷെ നമ്മൾ തപ്പുന്നത് ബീഫിന്റെ ഒരു സ്റ്റീക്കാണ്. ഇതാണ് ഇവിടുത്തെ ഡിംസം ആൻഡ് ചൈനീസ് ഫുഡിലെ മെയിൻ മെനു എന്ന് പറയുന്നത്. നമുക്ക് തായ് നോക്കി നോക്കാം. തായ് അത്യാവശ്യം നമുക്ക് മെനു ഉണ്ടല്ലേ. ചൈനീസിൽ അത്ര മെനു ഇല്ല. തായിൽ നമുക്ക് അത്യാവശ്യം മെനു ഉണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത് അടിപൊളി. ഇത് ടൈഗർ പ്രോൺസ് ആണ്. ടോം കക്കായി എന്ന് പറഞ്ഞ സാധനം, ടോം സൂപ്പ്. ഓക്കെ, അതാണ് ചോദിച്ചത്. ടൈഗർ പ്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതെന്താണ്, ചിക്കൻ അല്ലേ? ഓക്കെ, പക്ഷെ നല്ല ഹെവി ക്വാണ്ടിറ്റി ആടാ. ടൈഗർ പ്രോൺസ് പെട്ടെന്ന് വയറുന്നറിയും. മെയിൻ കോഴ്സ് ആയിട്ട് കോക്കനട്ട് കറി, പായസ്, നൂഡിൽസ്, ചിക്കൻ കാഷ്യൂസ്, പ്രോൺ ക്രാക്കേഴ്സ്. നമുക്ക് സ്റ്റാർട്ടേഴ്സ് നോക്കിയാലോ? പക്ഷെ ഇവര് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെയാണ്. അതുപോലെ തന്നെ ഇവർ എല്ലായിടത്തും QR കൊടുത്തിട്ടുണ്ട്. അപ്പൊ QR വെച്ച് നമുക്ക് ഫുഡിന്റെ ഫോട്ടോ കാണാൻ സാധിക്കും, ഇമേജ് കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം കുറച്ച് ഒരു 6 എണ്ണം മാത്രമേ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവര് QR കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. ഇതൊരു കൊറിയൻ ടൈപ്പ് റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കൊറിയൻ ഫ്രൈഡ് ചിക്കൻ വിങ്സ് ഒക്കെ കാണാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹോങ്കോങ് സ്റ്റൈൽ ആംഗസ് ബീഫ് സ്ട്രിപ്പ് സ്റ്റീക്ക് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. ഇവിടെ ഹോങ്കോങ് ബീഫ് സ്റ്റീക്കിന് ആയതുകൊണ്ട് 145 ദിർഹംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ച് ഹോങ്കോങ് ഇത് ഏഷ്യൻ അമേരിക്കൻ ക്യൂസീനാണ്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഇവിടെ. പക്ഷെ ഫ്രൈഡ് ചിക്കൻസ് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് വേറെ ഉള്ള ഷോപ്സൊക്കെ പോയി നോക്കാം. ഇതൊരു ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. യെസ്, ഇത് ഇന്ത്യൻ ക്യൂസീനാണ്. നമ്മുടെ നാട്ടില് പക്കോടയും സമോസയും കാണാൻ സാധിക്കും. ഇതൊരു അമേരിക്കൻ ക്യൂസീൻ റെസ്റ്റോറൻറ്റ് ആണ്.
ഇവിടെ നമുക്ക് കാണുന്നതൊക്കെ അമേരിക്കൻ ക്യൂസിൻ ഫുഡാണ്. നമുക്ക് സ്റ്റീക്ക് കാണാം, അതുപോലെ തന്നെ കുറെ ബ്രിസ്ക്കറ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി ബീഫ് ബിസ്ക്കറ്റ് ഒക്കെ കാണാം. ഗൈസ്, അപ്പം വെൽക്കം ടു ദുബായ് മാൾ. ഞാനിപ്പോ ഉള്ളത് ദുബായ് മാളിലാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ മാളാണ്. അതായത് 200 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സൈസ് ഉണ്ട് ഈ ദുബായ് മാളിന്. പിന്നെ ഒരു സാറ്റർഡേ ആയിട്ട് ഇവിടെ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് ഇവിടുത്തെ ചൈന ടൗൺ ചൈനീസ് ഫുഡ് എക്സ്പ്ലോർ വേണ്ടി പോവാം. അപ്പം ഇപ്പൊ കാണുന്ന ദുബായ് മാളിലെ വിഷ്വൽസ് ആണ്. ഇനി ഇങ്ങോട്ട് കാണുന്നൊക്കെ ഈ ദുബായ് മാളിലെ വിഷ്വൽസ് ആണ്. അപ്പം എന്താ പറയാ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ലോകത്തിലെ ഏത് ഫാഷൻ വേണോ ആ ഫാഷൻ മൊത്തം ഇവിടെ ഉണ്ട്. ബർബറി തൊട്ട് എന്താ പറയാ ബോസ്, ബർബറി, ഹ്യൂഗോ, അങ്ങനെ എന്താ പറയാ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ്സ് എല്ലാം, ഗുച്ചി, വെർസാച്ചി എല്ലാം ഉണ്ട് ഇവിടെ. എനിക്ക് എല്ലാം കാണാൻ സാധിക്കും. അപ്പം ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ നേരെ ചൈന ടൗണിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ നമുക്ക് ദുബായ് മാളിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ഭാഷ നമുക്ക് മാറ്റാം. ഇവിടെ ഷടാ ഇതിപ്പോ കഷ്ടമായല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ മതി എവിടെ പോകേണ്ടത്. നമ്മൾ പോകുന്ന എപ്പോഴാ? ചൈനീസ് പാലസ്, ചൈന ടൗൺ. യെസ്. അപ്പൊ ചൈന ടൗൺ എവിടെ ഉള്ള? ഓക്കെ, അപ്പൊ നമ്മള് ഇതാ ഇവിടെ ഉള്ള. നമുക്ക് ഇതാ ഇങ്ങോട്ട് പോകണ്ട. ഇവിടെ നേരെ ലെഫ്റ്റ് എടുത്തിട്ട് റൗണ്ട് അബൌട്ട് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് അബൌട്ടിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ട് ഇത് പറയണ്ടല്ലോ. നമ്മളിവിടെ അല്ലേ ഫസ്റ്റ് റൗണ്ട് അബൌട്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ. നമ്മൾ പോകേണ്ടത് സൂമാക്ക്. യെസ്, നമ്മളിവിടെ ഉണ്ട്. നേരെ ലെഫ്റ്റ് എടുക്കുക, റൗണ്ട് അബൌട്ടിൽ പോവുക, അവിടെ നേരെ പോവുക, വീണ്ടും അവിടുന്ന് ഒരു ലെഫ്റ്റ് റൗണ്ട് അബൌട്ടിൽ ലെഫ്റ്റ് എടുക്കുക. ഓക്കെ, പിന്നെ റൈറ്റ് കാണുന്നത്. ഓക്കെ, അത് നീ ഫോട്ടോ എടുക്കാം. ഞാനിവിടെ അവിടെ നമുക്ക് ഉണ്ടാവും. യെസ്. ഓ, നമുക്ക് മാപ്പ് ഫോൺ ചെയ്തിട്ടോ അല്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ലക്ഷത്തിന്റെ അവസാനമാക്കാണ് ഞാൻ ഈ പറഞ്ഞ ദുബായ് മാള്. ഇതിലും വലിയ ബ്രാൻഡ്സ് ഉണ്ടോ എന്ന് എനിക്കറിയാം. നമ്മൾ കേൾക്കാത്ത പല ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ. കേൾക്കാത്ത പല 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 ഹൈലി എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ഉണ്ട് ഇവിടെ. ഗൈസ്, പാരീസ് മൊത്തം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെർസാച്ചി ഉണ്ട്, ഷനേൽ ഉണ്ട്, നമുക്ക് ബാലൻസിയാഗ ഉണ്ട്, അതുപോലെ തന്നെ റാൽഫ് ലോറൻ ഉണ്ട്. അവിടെ ജിയോർജിയ അർമാനിയുടെ ഷോറൂം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ദുബായ് മാളിന്റെ സെറ്റപ്പ്. എന്തുട്ടാ സെറ്റപ്പ് ദുബായ് മാളിന്റെ പോളി. ഗൈസ്, ഇത് ദുബായ് മാളിൽ ഒരു ഐവെയറിന്റെ ഷോപ്പാണ്. അപ്പൊ അതിന് മുമ്പിൽ കാണുന്ന ഒരു ആഡാണിത്. അതാ റിയലിസ്റ്റിക് നോക്കിക്കോ, ഒടുക്കത്തെ റിയലിസ്റ്റിക്, അടിപൊളി. നല്ല റിയലിസ്റ്റിക് ഫേസ് ആയിട്ട് ഇതാ ബ്ലിങ്ക് ഒക്കെ നോക്കിക്കേ, നല്ല റിയലിസ്റ്റിക് ഫേസും. ആ പെർഫെക്ഷൻ കണ്ടില്ലേ? നിങ്ങളാ പെർഫെക്ഷൻ കണ്ടില്ലേ ഗൈസ്? ആ കണ്ണിന്റെ പുരികം ഷേഡാ പെർഫെക്ഷൻ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. ഗൈസ്, ദുബായ് മാളിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം, എല്ലാവരും ഡീപ്പിലുള്ള സ്ഥലമാണിത്. ദ ഫൗണ്ടൈൻ. എന്ത് രസം നോക്കിക്കേ, അടിപൊളി, പൊളി പൊളി പൊളി. ഗൈസ്, നമ്മൾ ഒഫീഷ്യലി അങ്ങനെ ദുബായ് മാളിലെ ചൈന ടൗണിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ മോളിൽ എല്ലാം കാണുന്ന എല്ലാം ദുബായിലെ ചൈന ടൗണിന്റെ പ്രത്യേകതയാണ്. മൊത്തം തോരണങ്ങളും അതായത് ചൈനീസ് ലാംപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ആയിവാ പോളി. ആയിവാ പോളി. ഏത് മൂഡ്? ചൈന മൂഡ്. എന്ത് രസം നോക്കി ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ചൈനയിൽ വന്ന പോലെ ഉണ്ട്, ഹോങ്കോങ്ങിൽ വന്ന പോലെ ഉണ്ട്. പിന്നെ പണ്ടത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഹോങ്കോങ്ങിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പൊ കറക്റ്റ് ഹോങ്കോങ്. ഇതാണ് ദുബായ് മാളിലെ ചൈന ടൗൺ. അടിപൊളി, ആമ്പോ പൊളി. ഒന്നും പറയാനില്ല. ഇത് ഞാനിപ്പോ ഒരു ഹോങ്കോങ് വന്ന ഒരു ഫീലാണ്, ചൈന വന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഫുൾ എവിടെ നോക്കിയാലും ചൈനീസ് ഹോട്ടൽസും ചൈനീസ് തീംഡ്, എല്ലാം ചൈനീസ് തീംഡാണ്. എനിക്കാണെങ്കിലും ഇവിടെ ഉള്ളിലത്തെ റെസ്റ്റോറൻ്റ് ഒക്കെ എനിക്ക് എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാൻ കൊതിയായിട്ട് പാടില്ല. ഗൈസ്, ഞാൻ ദുബായ് മാളിൽ വേറെ എവിടെയും കണ്ടില്ല. ഇവിടെ മാത്രമാണ് എംഐന്റെ ഷോറൂം ഉണ്ട്. അതായത് നമ്മുടെ ചൈന മാർക്കറ്റിൽ ചൈന ടൗണിലാണ് എംഐന്റെ ഷോറൂം ഇപ്പൊ കാണുന്നത്. ഇതാ എംഐന്റെ ഷോറൂം. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഹോട്ട്പോട്ടിന്റെ ഒരു സെന്റർ ഉണ്ട്. അപ്പൊ ഹോട്ട്പോട്ട് ട്രൈ ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാന്. ഇപ്പൊ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ബാർബിക്യൂന് ശേഷം ഒരു പാട്ടൊക്കെ പാടും. അപ്പൊ അവിടെ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്.
എന്താണ് ഹൈഡ്ലാവ് ഹോട്ട് പോട്ട്. അപ്പൊ അവിടെ നമുക്ക് കുറച്ച് എന്താ പറയുക ഇതൊക്കെ കാണുന്നുണ്ട്, കുറെ ചൈനീസ് റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. നമുക്ക് ഓരോന്നുമായിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഗൈസ്, ഞാൻ ഹോങ്കോങ്ങിൽ കഴിച്ച അതേ സാധനം നമ്മുടെ പെക്കിംഗ് ഡക്ക്. സോ ഇവിടെ നമുക്ക് എന്താ പറയാ ഒത്തന്റിക് ചൈനീസ് റോസ്റ്റ് ഡക്ക് കിട്ടും. ആ സെയിം സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ പ്രൈസ് ഒക്കെ അത്യാവശ്യം ചീപ്പാണ്. 38 ദിർഹംസേ ഉള്ളൂ ഒരു ഡക്ക് ഹോട്ട് പോട്ടിന്. അതുപോലെ തന്നെ ഡക്കിന്റെ ഹാൻഡ് ഷെഡഡ് റോസ്റ്റ് ഡക്കിനും നമുക്ക് റേറ്റ് കുറവാണ്, അത്രയും വലിയ പൈസ ഒന്നും വരുന്നില്ല. നല്ലൊരു ചൈനീസ് തീം ഹോട്ടലാണ്, നല്ല സെറ്റപ്പാണ്. ആപ്പിന് ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഷോപ്പിൽ ഹോട്ട് പോട്ട് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോക്കല്ലേ ഗൈസ്, കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, നമ്മളെ 9ാമത്തെ ആളാണ്. അപ്പോൾ 8 പേര് വെയിറ്റിംഗ് ഉണ്ട്. ഇവിടെ കട്ട തിരക്കാണ്. ഈ പറഞ്ഞ ഹൈദിലാവോ ഫുഡ്ഗോ ദുബായ്, ഇതാണ് ഇവിടുത്തെ ഫേമസ് ചൈനീസ്. അതുപോലെ തന്നെ ഇവരുടെ വക എന്താണത്, എന്തായാലും ഒരു ചൈനീസ് ചിപ്സും മീറ്റ് ചിപ്സും വന്നിട്ടുണ്ട്. മീറ്റ് ചിപ്സ് ആണല്ലേ, കൊള്ളാം. നമ്മളായാലും വെയിറ്റ് ചെയ്ത് നശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളൊരു ആശ്വാസമുണ്ട്. നമുക്ക് കുടിക്കാൻ ഒരു ഐസ് ടീ തന്നു, അതുപോലെ ചിപ്സും തന്നു. അതുകൊണ്ട് ആരും ബോറടിക്കാൻ പാടില്ലല്ലോ. അതായത് നാട്ടിൽ ഈ സെറ്റപ്പ് ഇല്ലല്ലോ. നാട്ടിൽ ഈ സെറ്റപ്പ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, ആരും ഇത് ഒന്നും പറയാൻ പറ്റില്ല. ചിപ്സ് നല്ലൊരു സംഭവമാണ്. This side, okay? Buy camion. ഓക്കെ, This is 5K. Yes, sir. അപ്പൊ നമ്മള് ഈ ഹാൽദ്രാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റില് ഹോട്ട് പോട്ട് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തായ് ടോംസും ഹോട്ട് പോട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ മിൽക്ക് സ്പൈസി ഹോട്ട് പോട്ടും നമ്മളതിൻ്റെ കൂടെ ബേസ് ആയിട്ട് ഈ ഒരു സൂപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഡിഷ് മാരിനേറ്റഡ് ബീഫാണ്, ഹാഫ് പോർഷൻ പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ തന്നെ നൂഡിൽസ്. ഇപ്പോൾ ഇതാണ് ഈ ഹോട്ട് പോട്ട് സെറ്റപ്പ്. ഇതിൽ 4 ട്രേ ഉണ്ടാവും. ഇപ്പോൾ 2 വെള്ളം, 1 ഹോട്ട് ജ്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഈ ബീഫ് നമ്മൾ ഇതിൽ സബ്സിക്ക് ജ്യൂസ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ ഇതിന്റെ സെറ്റപ്പാണ് ഈ കാണുന്നത്. സെറ്റപ്പ് അതിലൂടെ കിഴിയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ് കഴിക്കാൻ വേണ്ടിട്ട്. ദിവസം കഴി ഇവിടെ സെറ്റപ്പ് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് നവീനെ? അടിപൊളി, നല്ല സ്പൈസി അല്ലേ? സ്പൈസി ഉണ്ട് ഗൈസ്. അങ്ങനെ ദുബായ് വന്നിട്ട് ആദ്യമായിട്ട് ദുബായ് മാളിൽ നിന്ന് നമ്മൾ ഹോട്ട് പോട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പം ഈ ഹോട്ട് പോട്ടിന്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ട്രൈ വരുന്നുണ്ട്. അപ്പൊ ഈ 4 ട്രൈയിലും നമുക്ക് സൂപ്പ് വെച്ച് പറയാം. 4 പേർക്കാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നത്, 2 പേർക്കും കഴിക്കാം. അപ്പൊ 4 ട്രൈയിൽ നമുക്ക് സൂപ്പ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സൂപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ടോമിയം സൂപ്പാണ്. അപ്പം നവീൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മിൽക്ക് സ്പൈസി സൂപ്പാണ്. അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ലേഡി വന്നിട്ട് ഇതിൽ എണ്ണ എടുത്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ടോപ്പിങ്സ് പറഞ്ഞത് നമ്മൾ നൂഡിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നൂഡിൽസ് ആണ് ഇപ്പൊ ഇതിൽ ബോയിൽ ആവുന്നത്. അപ്പൊ അതിൽ നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ, ഈ ഹോട്ടലിന്റെ സ്പെഷ്യൽ ബീഫാണ്. അപ്പൊ ബീഫ് മാരിനേറ്റഡ് ബീഫാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബീഫും നമ്മൾ ഇട്ടിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലും കുറച്ച് ബീഫ് ഇട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ സൂപ്പ്. അപ്പം സൂപ്പ് ഞാൻ കഴിച്ചു നോക്കി. എനിക്ക് കഴിച്ചപ്പോ ഉണ്ടല്ലോ വലിയ ഹോങ്കോങ്ങിലെ അതേ ഓർമ്മകളാണ് വരുന്നത്. അതായത് ഒരു 1 ഇയർ ബാക്ക് ഞാൻ ഹോങ്കോങ് പോയപ്പം ആ കഴിച്ച ആ ഒരു സൂപ്പിന്റെയും ആ സെയിം ക്യുസീനാണ് ഇവിടെ. അതായത് ഒരു മാറ്റമില്ല. ദുബായ് ആണ് പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല. കറക്റ്റ് ഹോങ്കോങ് വേറെ ലെവല്. ചൈനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ഒരിക്കലെങ്കിലും ചൈനീസ് ഫുഡ് തനതായ, അതായത് ഒത്തന്റിക് ചൈനീസ് ഫുഡ് നിങ്ങൾ കഴിച്ചിരിക്കണം. കാരണം ഇവരുടെ ഒരു എന്താ പറയുക, ഒരു വേറൊരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇവർക്കുള്ളത്. നമ്മൾ വേറൊരു ടേസ്റ്റാണ്. ഒരു ചൈനീസ് സ്പെഷ്യൽ ചൈനീസ് ടേസ്റ്റ് ആണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ടേസ്റ്റ് ആണ്. നിങ്ങൾ കഴിച്ച് നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. നമുക്കൊന്ന് സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ബേസിലിന്റെയും
അതുപോലെ തന്നെ ആ ഒരു എന്താണ് ടോമിങ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ചൈനീസ് ഒതന്റിക് ഒരു സ്പൈസാണ്. ആ ഒരു ടൊമാറ്റോൻ്റെയും അതുപോലെ നമുക്ക് ബീഫ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്നും പറയാനില്ല. അടിപൊളി അങ്ങനെ ബീഫ് കഴിച്ചവരുടെ അഭിപ്രായം പറഞ്ഞേ. കഴിച്ചോ വേടാ. എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു യുണീക് ടേസ്റ്റ് ആണ്. യുണീക് ടേസ്റ്റ് ആണ്. ഇതുവരെ കഴിച്ചത് വെച്ച് സാമ്യം തോന്നുന്നുണ്ടോ? ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണോ? ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ഇത് ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ മൾട്ടി ക്യൂസീൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ട്രൈ ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എനിക്ക് ചൈനീസ് ഫുഡിനോടുള്ള നിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഇപ്പം? ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങള് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കല് നിങ്ങൾ ഒത്തന്റിക് ചൈനീസ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്കിപ്പം നമ്മുടെ നൂഡിൽസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ബോയിലായ കുക്ക് ചെയ്ത നൂഡിൽസ് ആണ്. അതുപോലെ തന്നെ ബീഫിന്റെ മാരിനേറ്റ് ബീഫുണ്ട്. ബീഫ് നല്ല വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്താ ക്യാരറ്റാന്ന് തോന്നുന്നല്ലേ? അതുപോലെ ഷ്രിമ്പും ഉണ്ട് കേട്ടോ. നമ്മുടെ ടോമിങ്സ് മറ്റേ സൂപ്പില് ഷ്രിമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഷ്രിമ്പിന്റെ ഒരു പീസും ഉണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ബീഫൊക്കെ ആ സൂപ്പിന് മിസ്സായതുകൊണ്ട് ആ സൂപ്പിന്റെ അതേ ടേസ്റ്റ് ബീഫിനുള്ള. നമുക്ക് ബീഫാണെന്ന് മാത്രം. അപ്പം സൂപ്പിന് നല്ല മസാല പിടിച്ചിട്ടുമുണ്ട് അല്ലേ? നല്ല ഉപ്പും പിടിച്ചിട്ടുണ്ട്. അത് രക്ഷയില്ല. പോളീസ് നമുക്ക് ആദ്യം നോക്കിയ ബീഫ് ഏതായിരുന്നു? ഇവിടുത്തെ ബീഫ് അല്ലേ? ഹൈദരാബാദ് ബീഫ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളാം. എനിക്കും അത് ഫുഡൊക്കെ ഇഷ്ടമാണ്. ഞാനും തന്നെ പോകുന്ന പറ്റി എനിക്കൊരു ധാരണയില്ല. അത് നമുക്ക് സെമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ടോമിങ് സൂപ്പറാണ് സെമ്പായിരുന്നത്. പിന്നെ ട്രൈ നോക്കാം. അടിപൊളി പൊളിതാ. എനിക്ക് വലിയ പിടിയില്ല. അപ്പൊ പണ്ടങ്ങാണ്ട് തേങ്ങ ട്രൈ ചെയ്തൊരു ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾ കുറെ പേര് ഇത് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് വലിയ പിടിയില്ല. ഞാൻ ട്രൈ ചെയ്യാം. ഇതൊന്നും ഇങ്ങനെ വെക്കുക, ഒന്ന് തമ്മിലൂടെ വെക്കുക. രണ്ടാമത്തെ ഇത് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നോക്കട്ടെ ഗൈസ്. ഈ ഇട്ടല്ലേ പഠിച്ചിരിക്കുന്നു. ഞാനിപ്പോ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ട്. അയ്യോ പോളി അത്രേ ഉള്ളു. പോളി ഗൈസ്, ഞാൻ നവീന്റെ ആ സ്പൈസി എന്താണത് മിൽക്ക് സ്പൈസി സൂപ്പ് കഴിച്ചു നോക്കി. എന്റെ കണ്ണീന്ന് എന്താ പറയാ പൊന്നീച്ച പറഞ്ഞു. ഒടുക്കത്തെ എരിവ്. മീഡിയം സ്പൈസി അവര് പറഞ്ഞത്, പക്ഷെ ഒടുക്കത്തെ എരിവ്. എനിക്കാണെങ്കിൽ ഇപ്പൊ പാണ്ടിപ്പടയിലെ ദിലീപിന്റെ അവസ്ഥയാണ്. അയ്യോ ഒടുക്കത്തെ എരിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അവര് വട്ടൽമുളക് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല സ്പൈസിയാണ്. ഒന്നുകൂടെ സ്പൈസ് ബൂസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ സൂപ്പ്, അതായത് ഈ ടോമു യോങ് സൂപ്പ് അധികം സ്പൈസി അല്ലായിരുന്നു. അതാണ് നവീനെ ഇത് അത്യാവശ്യം സ്പൈസിയാണ്. നല്ല നമ്മൾ വിചാരിച്ച മറ്റേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചപ്പോ സ്പൈസ് കുറയുന്നു. പക്ഷെ ഇതും മീഡിയം സ്പൈസിയാണ്, ഇതും മീഡിയം സ്പൈസിയാണ്. പക്ഷെ നമ്മൾ ഇത് ചതിച്ചാശാണ്. നവീന്റെ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ട്.
വെള്ളം കുടിക്കും. തിരിയുന്നുണ്ടാവും പാവം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ദുബായ് മാളിൽ വന്നു, ബുർജ് ഖലീഫ കണ്ടു. അതുപോലെ തന്നെ ഇവിടുത്തെ ദുബായ് മാളിലെ പേര് കേട്ട ചൈന ടൗണിൽ നിന്ന് കുറച്ച് അടിപൊളി ഫുഡ് ട്രൈ ചെയ്തു. അല്ലെ നവീനെ? ഹോട്ട് പോട്ട് ട്രൈ ചെയ്തു. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സ്പൈസി ഫുഡായിരുന്നു. മീഡിയം സ്പൈസി എന്ന് പറഞ്ഞിട്ട് അവർ നല്ല സ്പൈസി ഹോട്ട് പോട്ട് നമുക്ക് തന്നത്. നല്ല സ്പൈസി സൂപ്പായിരുന്നു അവരുടേത്. അപ്പം നവീനും ഭയങ്കര ഹാപ്പിയായി ഫുഡ് കഴിച്ചപ്പം. നവീനൊരു എന്താ പറയുക ഒരു ഒത്തൻറ്റിക് ചൈനീസ് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇത്രയും ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള? അപ്പം നവീന് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും എൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കി. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ കുറച്ച് ഫ്രഷ് വ്ളോഗായിട്ട് വരാം. സോ അതുവരെയും ബൈ. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.